നമസ്കാരം. കന്നി മത്സരത്തിൽ തന്നെ വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ പ്രിയങ്ക ഗാന്ധി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചതിനാൽ ഈ ആഴ്ച തന്നെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. നവംബർ 28-നായിരിക്കും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം 12 കോടി രൂപയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആസ്തി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പ്രതിമാസം നല്ലൊരു തുക ശമ്പളമായി കൂടി പ്രിയങ്കയ്ക്ക് ലഭിച്ച തുടങ്ങുന്നതായിരിക്കും. പ്രിയങ്ക ഗാന്ധിക്ക് MP എന്ന നിലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു MP-യുടെ അടിസ്ഥാന ശമ്പളം പ്രതിമാസം 1 ലക്ഷം രൂപയാണ്. ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും MP-മാർക്ക് ലഭിക്കുന്നതാണ്. MP ഓഫീസുകളുടെ പ്രവർത്തനത്തിനും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ഇടപഴകുന്നതിനുമുള്ള ചിലവുകൾക്കായി 70,000 രൂപ മണ്ഡല അലവൻസായി ലഭിക്കുന്നത് കാര്യമാണ്. ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഓഫീസ് അലവൻസായി 60,000 രൂപയും ദിവസ അലവൻസായി 2,000 രൂപയും പ്രതിമാസം ലഭിക്കുന്നുണ്ട്. ഫോൺ, ഇന്റർനെറ്റ് ഉപയോഗത്തിനായി MP-മാർക്ക് പ്രതിവർഷം 1.5 ലക്ഷം രൂപയാണ് അലവൻസായിട്ട് അനുവദിച്ചിരിക്കുന്നത്. പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്രയാണ് MP-മാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ പ്രൊഫഷണൽ വ്യക്തിഗത ഉപയോഗത്തിനായി ഏത് സമയത്തും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അനുവദിച്ചിട്ടുണ്ട്. റോഡ് മാർഗമുള്ള ഗതാഗതത്തിന് ഇന്ധന അലവൻസും ക്ലെയിം ചെയ്യാവുന്നതാണ്. പ്രതിവർഷം 50,000 സൗജന്യ യൂണിറ്റ് വൈദ്യുതിയും 4,000 കിലോലിറ്റർ വെള്ളവും MP-മാരുടെ ക്വാട്ടയിൽ അനുവദിക്കുന്നുണ്ട്. ഇത് പര്യാപ്തമല്ലെങ്കിൽ MP-മാരുടെ വീടും താമസവും സർക്കാർ ഏറ്റെടുക്കുന്നതാണ്. 5 വർഷത്തെ കാലയളവിൽ MP-മാർക്ക് വാടക രഹിത ഭവനം നൽകുന്നുണ്ട്. സീനിയോറിറ്റിയെ അടിസ്ഥാനമാക്കി ഹോസ്റ്റൽ മുറികളോ അപ്പാർട്ട്മെന്റുകളോ ബംഗ്ലാവുകളോ ഒക്കെ ലഭിക്കുന്നതാണ്. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസ് ലഭിക്കാനും അർഹതയുണ്ട്. വിവിധ ആരോഗ്യ സേവനങ്ങളും MP-മാർക്കും കുടുംബങ്ങൾക്കും സൗജന്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അതായത് CGHS പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൗജന്യ വൈദ്യസഹായം ലഭ്യമാണ്. സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും പരിചരണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ച MP-മാർക്ക് കാലയളവ് കഴിഞ്ഞ ശേഷം പ്രതിമാസം 25,000 രൂപ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതുമാണ്.